ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കി നോക്കാം. ഞാൻ നൂഡിൽസ് ഇച്ചിരി വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിനകത്ത് കുറച്ച് ഉള്ളിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ഒരു ഉള്ളിയാണ് എടുത്തത്, ഒരു മീഡിയം സൈസ് ഉള്ളി കുറച്ച് വഴണ്ട് വന്നിട്ടാകുമ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി മുറിച്ചിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അതും ഒന്ന് നല്ലോണം കുക്കാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് വഴണ്ട് വരുന്നത് നമുക്ക് ഇച്ചിരി നേരം വെയിറ്റ് ആക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കം മുഴുവൻ എടുത്തിട്ടുണ്ട്. അതും ഇതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം അതൊന്ന് കുക്കായി വരുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. അത് ഒരിച്ചിരി വഴന്ന് വന്നിട്ടാകുമ്പോൾ ഒരു സ്പൂണിൽ ചില്ലി സോസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അതും ഇതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ആവശ്യത്തിന് ഒരു ഇച്ചിരി മഞ്ഞൾ പൊടിയും കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇതിനകത്തോട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വിനാഗിരിയും ഒരിച്ചിരി സോയ സോസും ചേർത്ത് ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ കുഞ്ഞ് പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതിപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഇച്ചിരി വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അതും കൂടി മിക്സാക്കിയിട്ട് അതൊന്ന് ഇച്ചിരി തിളച്ച് വരുന്നത് വരെ ഒന്ന് വെക്കുക. ഇനി ഇതിനകത്തോട്ട് ഞാൻ 2 സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇച്ചിരി അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം ചേർത്ത് കൊടുക്കുക. അതും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. ഓൾറെഡി നമ്മൾ ഉള്ളി വഴറ്റുമ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും ഉപ്പിട്ടുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ മീഡിയം സൈസുള്ള 2 ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും ചെറുതായി മുറിച്ച് ഇച്ചിരി ഉപ്പും കോൺഫ്ലവറും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ലപോലെ നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന വിധത്തിൽ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുമ്പം ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നൂഡിൽസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഭയങ്കര നീളമുള്ള നൂഡിൽസ് ആയിരിക്കുമല്ലോ, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇട്ടാലും മതി. ഓൾറെഡി വേവിക്കുമ്പം കട്ട് ചെയ്ത് വേവിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മളെ നൂഡിൽസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കേ, ബൈ.